നമ്മള് പറഞ്ഞ് നമ്മൾ സണ്ണിയിലുണ്ട് വീട്ടിൽ പോയി അവിലും മിശ്രമൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മള് സണ്ണി ലിയോണിനെ ഒരു നാടൻ പെൺകുട്ടിയാക്കി. ഒരു കട്ടൻ ചായയും അവിലും ഒക്കെ കൊണ്ടുതരുന്ന സണ്ണി ലിയോണിനെ എന്ന് ഓർത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് മറ്റുള്ളവരെ എന്നെ ഇഷ്ടപ്പെടാത്തവരെ എനിക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഒരാളൊരു ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജ് ആണ്. അതായത് എൻ്റെ പേര് എനിക്ക് അയാളെ അറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അയാളെ പറയാണ്, എന്താ നിന്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, അവൻ്റെ പേര് എന്താ സുർജ് ആ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, അവനോട് പറ ഒരു പടത്തിൻ്റെ ഒരു പരിപാടിൻ്റെ ഒരു വീഡിയോ ചെയ്ത്. ഇതാണ് ഞാൻ കേൾക്കുന്ന വോയിസ്. എനിക്ക് ഇയാളുടെ പേരും അറിയാം, ഇയാളുടെ ഉപ്പാൻ്റെ പേരറിയാം, ഇയാളെ എല്ലാം എനിക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ സാധനം കേട്ടപ്പം എൻ്റെ പേര് പറഞ്ഞോട് എൻ്റെ അച്ഛൻ ഒന്നുമില്ല, ബാലേട്ടൻ്റെ മോനോടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഒരു ഇൻസൾട്ടിങ് രീതിയിൽ ഒരു ആശംസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ആശംസ കൊടുക്കുന്നില്ല. ഉണ്ണി മുകുന്ദനെ പോലെ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു മടുത്ത് കാണും. അത് അല്ലെ, ഉണ്ണി മുകുന്ദനെ പോലെ ഉണ്ടെന്ന് പറയുന്നത് നല്ലതാണോ അതോ നെഗറ്റീവ് ആണോ? താറെടുക്കുന്നവര് എന്താ ഭയങ്കര ഭ്രാന്തന്മാരാണെന്നോ ഏതൊരു പോലീസ് പറഞ്ഞിട്ട് അങ്ങനെ താർ ഓടിക്കുന്നവരൊക്കെ ഭ്രാന്തന്മാരാണ്. ഞാനോ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി ഞാനോ. കാരണം എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ട്, ഞാൻ ഇപ്പം കഴിഞ്ഞ തവണ ശബരിമല പോയി എൻ്റെ നാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി വാങ്ങിയ വണ്ടിയാണ് ഇത്. 2 ചായ ഗ്ലാസ്സിൽ ഒന്നില് മാത്രമേ ചായയുള്ളൂ, അതെ, ഒന്നിലില്ല. ഇല്ല. അതിലൂടെ മനസ്സിലാക്കിക്കൊള്ളണം കാര്യങ്ങൾ എന്താന്നുള്ളത്. പെട്ടെന്ന് മനുഷ്യന്മാര് മാറുന്നത്. ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകാൻ എന്താ ശരിക്കും വേണ്ടത്? ട്രസ്റ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം ട്രസ്റ്റിനെയാണല്ലോ പിന്നെയും ഇവര് കുത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് ആ ഇഷ്യൂ ആണല്ലോ വരുന്നത്. ആരെയും നമ്പണ്ട, ഇന്റെ കാലം അങ്ങനെയാണ്, നമ്പി ജീവിക്കണ്ട, നമ്മളെ കാര്യം നോക്കുക. ഒരു നടനാവാനാണോ അത് നിലനിൽക്കാനാണോ ഏറ്റവും കൂടുതൽ പാടുള്ളത്? നിലനിർത്താൻ. അപ്പൊ നാട്ടിന്നേ ഈ സണ്ണി ലിയോണിന്റെ കൂടെയൊക്കെ അഭിനയിച്ച നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായില്ലേ നമ്മളെല്ലാം പറയുന്നത്, അവരൊക്കെ എന്താ പറഞ്ഞേ? ഇത് എന്റെ അടുത്ത് ഞാൻ ഭയങ്കര തിരക്കായിരുന്ന സമയത്ത് കുറച്ച് കൂട്ടിയൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് കൂട്ടി നമ്മള് പറഞ്ഞ് നമ്മൾ സണ്ണി ലിയോണിന്റെ വീട്ടിൽ പോയി അവിലും മിശ്രമൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അതിപ്പോ ഏതായാലും പൊളിയും. അവിലും മിശ്രം അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ പോയി ഷൂട്ടിങ് കഴിഞ്ഞ് കുളിക്കാനൊക്കെ പോയിട്ട് അവിലും മിശ്രമൊക്കെ എടുത്ത് നമ്മള് സണ്ണി ലിയോണിനെ ഒരു നാടൻ പെൺകുട്ടിയാക്കി. ഒരു കട്ടൻ ചായയും അവിലും ഒക്കെ കൊണ്ടുതരുന്ന സണ്ണി ലിയോണിനെ എന്ന് ഓർത്ത് അത് നല്ല രസമായിരിക്കും. അവർക്കത് മനസ്സിലാവണമെങ്കിൽ ചില ആൾക്കത് വിശ്വസിച്ചിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് സണ്ണി ലിയോണിന്റെ വീട്ടിൽ പോന്ന് പാവം നാട്ടുമ്പുറത്തെ അവരെയൊക്കെ പറ്റിച്ചല്ലേ. കൊറേ ആൾക്കാരുണ്ടല്ലോ, നമ്പർ ചോദിച്ചിട്ടുണ്ട് ആൾക്കാരുടെ അടുത്ത്. സണ്ണി ലിയോണിന്റെ സണ്ണി ലിയോണിന്റെ നമ്പർ ഉണ്ടോ? സണ്ണി ലിയോണ് സ്റ്റാറ്റസ് നോക്കും ഇടയ്ക്ക് എന്റെ ഇൻസ്റ്റ, അത് ഞാൻ കാണാറുണ്ട്. ബ്ലൂ ടി പിന്നെ നമ്പർ എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ നമ്പർ ചോദിച്ചില്ല, പക്ഷെ വേണം കിട്ടും. എന്തിന് എന്തായാലും ഞാൻ എന്തായാലും പ്രശ്നമായിരിക്കും. ഞാൻ ചോദിച്ചു നിങ്ങളുടെ പടം കണ്ടെന്ന് പറഞ്ഞുകൂടാ? അതെ, ഏതോ പിള്ളേര് പണ്ട് സണ്ണി ലിയോണിനോട് പറഞ്ഞിട്ടേ ചേച്ചിയുടെ പടമൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ ഇങ്ങനെയുള്ള പടങ്ങൾ കാണും സണ്ണി ലിയോൺ ഉപദേശിച്ചൊരു വീഡിയോ ഒക്കെ വൈറലായിരുന്നല്ലോ. അല്ല, അവര് നല്ല പടങ്ങളും ചെയ്യുന്നുണ്ട്. അവര് 1-2 സോങ്സ് ഒക്കെ അവര് ചെയ്ത ഹിന്ദി പടങ്ങളൊക്കെ നല്ലതുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പം അതിലേക്കുള്ള തല പോവാ. പക്ഷെ നല്ലൊരു ഒരു വ്യക്തിയാണ്. ഒരു മറ്റേ മക്കളെയൊക്കെ കണ്ടിട്ടില്ലേ? പിന്നെ അന്ന് ഉണ്ടായിരുന്നു കുട്ടികള്, അതിനെ കൂട്ടിട്ടാ വന്നത്. ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഷാജുൻ സാറിന്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് നിൽക്കുന്ന സമയത്തും നമുക്ക് തോന്നും ഇത് ഇത്രയും വലിയ, കാരണം ഇത്രയും വേൾഡ് അറിയപ്പെടുന്ന ഒരു നല്ല വ്യക്തി, എല്ലാവർക്കും അറിയാലോ, ഭയങ്കര കൂളായിട്ടുള്ള ഒരാള്. ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടി നമ്മുടെ നിൽക്കില്ല. അവന് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ഷെയ്ക്കാനൊക്കെ തരുമ്പോ എന്റെ കൂടെ വന്ന് ഷെയ്ക്കാൻ ഇങ്ങനെ കൈയൊക്കെ ഉള്ളു. ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോ ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന ഇന്ന് വന്നിട്ടുണ്ട്, ഇന്ന് ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പൊ എന്റെ ഫസ്റ്റില് ആ ഒരു ഫസ്റ്റ് മൂവി തന്നെ അങ്ങനെ ഭയങ്കര രസമായി. അതിനുശേഷം ഒരു വടക്കൻ പ്രണയപർവം, അത് നല്ലൊരു മൂവി ആയിരുന്നു. ഒരു ക്യാമ്പസ്
ക്യാമ്പസ് മൂവി. ക്യാമ്പസിലെ നമ്മളെ ക്ലാസ്മേറ്റ് ഒരു ടൈപ്പ് സാധനമാണ്. അതിലും അത്യാവശ്യം നല്ല എന്താ പറയാ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. ആ ഇമ്പ്രൂവ്മെന്റ് മാറ്റം ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറാട്ടുമുണ്ടെന്നൊരു പടമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് തുടങ്ങിയ പടം. അത് റിലീസായിട്ടില്ല, വരുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് റിലീസ് ചെയ്ത പടം പിന്നെ ഇറങ്ങുമ്പോൾ അതൊരു മാറ്റം ഉണ്ടാവും. അഭിനയത്തിലൊക്കെ ഒരുപാട് ആദ്യത്തെ ആണല്ലോ അത്. അതുണ്ടാവും. അത് നമുക്ക് ആ സ്റ്റാർട്ടിങ് അല്ലേ, ഒന്നും ബേസ് ഇല്ലല്ലോ. ആകെയുള്ളത് എൻ്റെ ലൈഫിൽ ഒരു നല്ല ഗുഡായിട്ട് സംഭവിച്ച സീരിയലാണ്. സീരിയലിൽ വന്നുകൊണ്ട് എനിക്ക് ക്യാമറയും ഡയലോഗ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ സിനിമയിൽ ഇപ്പം ഷാജൻ സാറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഞാനൊരു വലിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. മൃദുഭാവ ഒരു 1 വീക്ക് നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ സാറ് ഏറ്റവും സെറ്റ് ക്യാമറ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം പറഞ്ഞുതരും. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ടാണ് മൃദുഭാവ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് അതിന് ശേഷമുള്ള പടങ്ങളിലൊക്കെ ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ എല്ലാം കുറച്ചുകൂടെ ബെറ്ററായി വന്നു. പിന്നെ പോസ്റ്റേഴ്സ് എല്ലാ കൊച്ചിയിൽ എവിടെ വെച്ചാലും പോസ്റ്റേഴ്സിന്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം കണ്ടുവരുമ്പോ ആരും പറിക്കാതെ വെച്ചൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫോട്ടോ എടുക്കും എവിടെ ഒട്ടിച്ചാലും. ഫോട്ടോ എടുക്കാനല്ല, അത് ഭയങ്കര സന്തോഷല്ലേ. മൃദുഭാവേ ദൃഢകൃത്യ ഉണ്ടല്ലോ, ആ സിനിമയിൽ 2 പിന്നെ ഒരു വയസ്സായ ആളായിട്ടും ഒരു യങ് ആയിട്ടുള്ള ആളായിട്ടുമാണ്. എങ്ങനെയാണ് വെയിറ്റ് ഒക്കെ എങ്ങനെ ഇത്ര കൺട്രോൾ ചെയ്തത്? ഞാൻ പടത്തിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പം ആ കഥാപാത്രം പരമേശ്വരൻ എന്നിട്ടുള്ള 1972 ആ കാലഘട്ടം തോന്നുന്നുണ്ട്. നെക്സ്ലെറ്റ് പരമേശ്വരൻ, അതായത് ഈ ഹീറോയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രം. അതായത് ആദ്യത്തെ സിനിമ തന്നെ 2 ലുക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് ചെയ്യുമ്പോൾ അത്യാവശ്യം അന്നത്തെ കാലത്തുള്ള കബഡി മത്സരം അതിൻ്റെ ആ ഒരു തടിയും ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. പക്ഷെ ഇതിലേക്ക് വരുമ്പം, അതായത് നമ്മുടെ ശങ്കർദാസ് എന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞു. പിന്നെ അത് ലാസ്റ്റോട്ട് ഞാൻ 97 നിന്ന് 83 പോയിട്ടുണ്ടായിരുന്നു. ഒരു പനി വന്നപ്പോഴാണ് സത്യത്തിൽ വെയിറ്റ് ഒറ്റടി കുറഞ്ഞത്. പിന്നെ വെച്ചാൽ ഫുഡ് ഞാൻ നന്നായി ഫുഡ് കഴിക്കും. പക്ഷേ അന്ന് ചവിട്ടി പിടിച്ച് അത് പടം കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ അകത്ത് ആ ഒരു മാറ്റം ശരിക്കും. അത് നല്ല തടി വയറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആദ്യം മെലിഞ്ഞിട്ടായിരുന്നു, പിന്നെ കുറച്ച് തടിച്ചു, ഇപ്പം പിന്നെയും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല മസിലൊക്കെ. ശരിക്കും ഇപ്പൊ എങ്ങനെയാണ് ഒരു ജീവിത രീതിയൊക്കെ? ഇപ്പം ജീവിത രീതി നല്ല മാറ്റം വന്നു. കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിത രീതിയിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൃത്യമായി എക്സസൈസ് ചെയ്യും. ഡയറ്റ് പ്ലാൻ ഒക്കെ എങ്ങനെയാണ്? ഡയറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം വെജിറ്റേറിയൻ ആയിരുന്നു, 2 മാസം വെജിറ്റേറിയൻ ആയിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ നോൺ വെജ് കഴിക്കാൻ തുടങ്ങി. ഇപ്പം ഇന്ന സത്യത്തിൽ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡയറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ എഗ് വൈറ്റ്, അതുപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് പീസ്, അതായത് ചെസ്റ്റ് പീസ്, അതെടുത്തിട്ട് അതിന് പുഴുങ്ങി എടുത്തിട്ട്, എനിക്ക് മസാലകളൊന്നും കൂടുതൽ ഇഷ്ടമല്ല. എനിക്ക് ഈ പറഞ്ഞ എല്ലാം ബോയിൽ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മസാലകളൊന്നുമില്ല, ഉപ്പൊക്കെ വളരെ കുറച്ച് എടുക്കാറുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷേ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ടൊക്കെ കഴിക്കും വർക്കൗട്ട് ചെയ്തതിന് ശേഷം. അപ്പം ഞാനിപ്പം ഈ പറഞ്ഞ പോലെ എന്താ ഒരു കാൽക്കുലേഷൻ ഉണ്ട് ഫുഡിന്. അങ്ങനെ പിന്നെ ഓയിൽ ഫുഡ് അങ്ങനത്തെ ഇല്ല. വെള്ളം കുടിക്കും നന്നായിട്ട്. എത്ര വെള്ളം കുടിക്കണം ഒരു ജിമ്മിലൊക്കെ പോകുന്ന ഒരാള്? ഓരോരുത്തർക്ക് ഓരോ ഓരോരുത്തർ വെയിറ്റിനനുസരിച്ചാണ് വെള്ളം കുടിക്കാന്ന് പറയാം. അപ്പം ഞാനിപ്പോൾ ഒരു 2-2.5 ലിറ്റർ വെള്ളം, ഒരു 3 ലിറ്റർ മാക്സിമം അതിൻ്റെ ഉള്ളിൽ ഞാൻ കുടിക്കാറുണ്ട്. ഒരുപാട് വെള്ളം ഒന്നുമില്ല, 2.5 ലിറ്റർ 3 ലിറ്റർ എന്തായാലും പോകുന്നുണ്ട് ബോഡിയിൽ. എനിക്ക് അത്ര ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര മണിക്കുള്ളിൽ ഫുഡൊക്കെ അവസാനിപ്പിക്കും? രാത്രിയൊക്കെ കഴിക്കുമോ? ഇത് സത്യം പറയാന്ന് വെച്ചാൽ ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ രാത്രി ഒരു 8 മണിക്കൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. 8 മണി 9 മണിക്കും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 6 മണി 6:30 ആകുമ്പം സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ. ഇന്ന് മുതൽ ഡയറ്റ് പ്ലാൻ. കാരണം ഇന്ന് ഫുഡൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് പോയി കുക്ക് ചെയ്തിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ. കുക്ക് ചെയ്യുമ്പോൾ ഇഷ്ടമാണ്. എന്താ ഏറ്റവും ഇപ്പം പിന്നെ ഡയറ്റ് ആയിട്ട് അങ്ങനെ കുക്ക് ചെയ്യില്ല, എന്നാൽ എന്തൊക്കെ കുക്ക് ചെയ്യും? ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ എന്ത് ഐറ്റംസ് ഉണ്ടാക്കും. പക്ഷെ പിന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് മാറ്റേണ്ടി വരും, വേറെ രൂപത്തിലാവും അത്. പിന്നെ ചിക്കൻ നല്ല കറി ഉണ്ടാക്കാൻ അറിയാം, സ്റ്റൂ ഉണ്ടാക്കും. പിന്നെന്താ വേണ്ട, ഫിഷ് കറി ഉണ്ടാക്കാൻ അറിയാം, എല്ലാം അറിയാം. അത്യാവശ്യം ഒരു വീട്ടിൽ. എന്ന് ഓണസദ്യ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്നെ എവിടെയും കിട്ടൊരു കുറച്ച് തീയും കുറച്ച് സാധനം ഞാൻ ചോറും കറി ഉണ്ടാക്കി തിന്നു. പിന്നെ സർവൈവ് ചെയ്തോളൂ എവിടെയാണ്. അത് കുഴപ്പമില്ല. അത് ആരും എന്നെ ജീവിപ്പിക്കാൻ ഞാൻ മാത്രം മതി. അതെ, ഇത്രയും സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനെ അതെ ഉണ്ട്. എനിക്ക് എന്നോട് നല്ല എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് മറ്റുള്ളവരെ എന്നെ ഇഷ്ടപ്പെടാത്തവരെ എനിക്ക് ഇഷ്ടമല്ല. വെറുതെയൊക്കെ ആൾക്കാരെ വെറുക്കുന്നവരുണ്ടാവില്ല, ഒരു കാരണവും ഇല്ലാതെ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുക. അങ്ങനെയല്ല, നമ്മൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ റിജക്റ്റ് ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് ആരും ഞാൻ ഒന്നും പോകാറില്ല. ഞാൻ ആരും അങ്ങോട്ട് പോയിട്ട് ഒന്നും വിളിക്കാൻ പോലും, മെസ്സേജ് കോള് പോലും ചെയ്യാറില്ല ആരും.
വെറുതെ. അപ്പൊ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ അങ്ങനെ ഒഴിവാക്കി എന്ന് വിചാരിക്കും. അവര് പിന്നെ ബെഗ് ചെയ്തിട്ടൊക്കെ വന്നാൽ അവരോട് പിന്നെ മിണ്ടുവോ? അതിനുള്ള സാഹചര്യം അവർ ബഗ്ഗിണെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ വേണ്ടേ? ഒന്നും ഉണ്ടാവില്ല. ഇറിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരാഗ്രഹിച്ച്, ഇപ്പം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഒരാളൊരു ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജ് ആണ്. അതായത് എൻ്റെ പേര് എനിക്ക് അയാളെ അറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അയാളെ പറയാണ്, എന്താ നിന്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, അവൻ്റെ പേര് എന്താ, സുർജ് ആ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്, അവനോട് പറ ഒരു പടത്തിൻ്റെ അല്ല ഒരു പരിപാടിൻ്റെ ഒരു വീഡിയോ ചെയ്ത്. ഇതാണ് ഞാൻ കേൾക്കുന്ന വോയിസ്. എനിക്ക് ഇയാളുടെ പേരും അറിയാം, ഇയാളുടെ ഉപ്പാൻ്റെ പേരറിയാം, ഇയാളെ എല്ലാം എനിക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ സാധനം കേട്ടപ്പം എൻ്റെ പേര് പറഞ്ഞോട് എൻ്റെ അച്ഛൻ ഒന്നുമില്ല, ബാലേട്ടൻ്റെ മോനോടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഒരു ഇൻസൾട്ടിങ് രീതിയിൽ ഒരു ആശംസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ആശംസ കൊടുക്കുന്നില്ല. 3.5 കൊല്ലം ഫ്രീ ആയിട്ട് ഇനോഗ്രേഷനും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മനുഷ്യനല്ലേ, അപ്പം കൊടുത്തിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇനോഗ്രേഷൻ വെച്ചാൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് വരിക, ആവുന്നതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്രീ പരിപാടി നിർത്തി. കാരണം വിലയുമില്ല. പിന്നെ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാതെ പോകുന്നിടത്തുനിന്നൊക്കെ ഇൻസൾട്ടിങ് കേട്ടിട്ടുള്ളൂ. പല സ്ഥലത്ത് നമുക്ക് ഒരു വിലയില്ലാതെ പൈസ വാങ്ങാതെ പോകുമ്പോൾ കുടിക്കാൻ പച്ചവെള്ളം തരാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വിചാരിക്കും നമ്മൾ വണ്ടിയും പത്രാസും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും പൈസ നമുക്ക് നഷ്ടമാണ്. ഷർട്ട് വേണം, വണ്ടിയിൽ ഡീസൽ വേണം, 2-3 ആൾക്കാർ കൂടെ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ എക്സ്പെൻസ് ഞാൻ വഹിച്ചുകൊണ്ട് ഞാൻ കേരളത്തിൽ പല സ്ഥലത്തും ഓരോരുത്തർ അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ട് പറയും. ചേട്ടാ ഞാൻ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇങ്ങനെ കട തുടങ്ങുന്നത്, ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ആ സമയമല്ലേ പോയ കുഴപ്പമില്ല ചെയ്തു കൊടുത്തിട്ടുണ്ട്. പൈസ കിട്ടാതെ എത്ര ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എല്ലാം ഒന്ന് ചവിട്ടി പിടിച്ചു. വയ്യ, കാരണം എന്തെങ്കിലും തന്നോട്ടെ, ഭയങ്കര വാശി പിടിക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും നമ്മൾ വെറുതെ പോകുന്ന പോലെ തോന്നുമ്പോൾ അല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, ഒരു നടനോട് പറഞ്ഞപ്പോൾ അവന് വലിയ ജാട, ഇവനൊക്കെ എവിടെ എത്തും എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ പേര് അറ്റ്ലീസ്റ്റ് പറയാൻ അറിഞ്ഞുകൊണ്ടതാണ്. അപ്പോൾ അവരാഗ്രഹിച്ച് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഞാൻ നല്ലവൻ. അതായത് ഓരോരുത്തർക്ക് ദേഷ്യം വരാൻ കാരണം ഓരോരുത്തർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ പറഞ്ഞൊരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് ഒരു ഹെയർ ഓയിലാണ്, നിങ്ങളിതൊന്ന് തലയിൽ തേച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും. ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ നാട്ടിൻ പുറത്ത് ചക്കിലട്ടെ വെളിച്ചെണ്ണ തലയിൽ തേക്കുന്നത് ഞാനാണ്, എനിക്ക് ഹെയർ ഓയിൽ യാതൊരു ബന്ധം, ഹെയർ ഓയിൽ തല തേക്കാറുമില്ല. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ആകെന്നോട് ദേഷ്യം. നിങ്ങൾ ആരാ നിങ്ങളുടെ വിചാരം? അതൊരു ഫേക്ക് ആയിട്ടല്ലേ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മള് തേക്കുന്നതല്ലല്ലോ. എനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട് അക്കൗണ്ടിൽ, എനിക്ക് ഒരുപാട് കൊളാബ് വരാറുണ്ട്. ഇന്ന പ്രൊഡക്റ്റ് എനിക്ക് വാങ്ങിച്ച ഒരു ഫോണും കിട്ടും, അതും ഇതൊക്കെ കിട്ടും. ഞാൻ ഇതുവരെ ഒരു പ്രൊഡക്റ്റും ഞാൻ ചെയ്യില്ല. കാരണം വെച്ചാൽ എനിക്കറിയാം അതിൻ്റെ സെക്കൻഡ് യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് എനിക്ക് സമയമില്ല. ഞാൻ സാധാരണ വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ പണ്ട് പറയും രാധാ സോപ്പ് തേച്ച് കുളിക്കുന്ന മനുഷ്യൻ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാന്ന് വെച്ചാൽ ഇത് തേക്ക് വെളുക്കാം കറക്കാന്നൊക്കെ പറയാം. എനിക്ക് വയ്യ, താല്പര്യമില്ല. പിന്നെ പരസ്യത്തിനൊക്കെ നമ്മൾ വേണ്ടി ഇപ്പം നാളെ ചെയ്യേണ്ടി വരുമായിരിക്കും പരസ്യം, വലിയൊരു പൈസ പേയ്മെൻ്റ് ഒക്കെ തന്ന് ചെയ്യുമ്പോൾ അതിപ്പം അന്നേരം നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ക്യാപ്ഷൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. മമ്മൂക്ക ചന്ദ്രിക സോപ്പം എന്നിട്ട് ആരോ അതിട്ട് കുളിച്ചിട്ട് കുറെ വർഷങ്ങളായി കുളിച്ചിട്ട് വെളുക്കാൻ കേസ് കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം കൂടി ഇല്ലല്ലേ കലാകാരന്മാർക്ക് സമൂഹത്തോട്? അതൊക്കെ നമുക്ക്, കാരണം നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പം ഞാനായിട്ട് പറ്റിക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ്. അവിടെ ഓരോരുത്തർ ആഗ്രഹിക്കുന്ന പല കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ്. നോ പറയുമ്പോൾ ദേഷ്യം കൂടും. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും പൈസ, ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നവർക്ക് പേയ്മെൻറ്റ് ഉണ്ടാവും, എനിക്ക് പേയ്മെൻറ്റ് തരില്ല. എന്താ കാര്യം, ഞാൻ ഫ്രീ മുതലാണല്ലോ. അപ്പം ചിലർ പറയും ഇവനൊക്കെ എന്നാ പൈസ കൊടുക്കേണ്ട ആവശ്യം, സീരിയലിൽ അഭിനയിച്ചല്ലേ, അവനത് വലിയ പേയ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ആൾക്കാർ. അപ്പം അത് കേൾക്കുമ്പോൾ വിഷമം, മറ്റുള്ളവരൊക്കെ പോട്ടെ നോക്കും. അങ്ങനെയുള്ള നെഗറ്റീവ് പറയുന്നവരെ അങ്ങ് കട്ട് ചെയ്യുക അല്ലേ? അവരോട് സംസാരിക്കാറില്ല ഞാൻ. കാരണം എന്നെ ഇപ്പോൾ കണക്ട് ചെയ്യുമ്പം എൻ്റെ സുഹൃത്തുക്കൾ ആരെയും കണക്ട് ചെയ്യും. അപ്പോൾ അവരെൻ്റെ അടുത്ത് കാര്യം പറയും, ഞാൻ റിജക്റ്റ് ചെയ്യേണ്ടത് അവരോട് പറയും, റിജക്റ്റ് ചെയ്തേക്ക് പറ്റില്ല എന്ന് പറയും. അപ്പം അവർക്ക് ദേഷ്യം, നിന്റെ സുഹൃത്തുക്കളുടെ വിചാരം ആരാ, അവനാരാന്നോ, നടനാണോ, അങ്ങനെ ഓനാരാന്നെല്ലാം അതന്നെ ഒരു വലിയ ഇൻസൾട്ടാണ്. അതെ, ഉണ്ണി മുകുന്ദനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു മടുത്ത് കാണും. അത് അല്ലെ, ഉണ്ണി മുകുന്ദനെ പോലെ ഉണ്ടെന്ന് പറയുന്നത് നല്ലതാണോ അതോ നെഗറ്റീവ് ആണോ? അല്ല, അവർക്ക് തോന്നുന്നവർ പറയുന്നില്ല. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയില്ല. എന്തിനാ നെഗറ്റീവ് പറയേണ്ട ആവശ്യം? അല്ല, ഒരാളെ പോലെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാം. എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഇപ്പം 2 പേര് ഇപ്പം അഭിനയിച്ച 2 സാധനങ്ങൾ എടുത്ത 2 ഇപ്പം മൃദുബാബിൽ എൻ്റെ ലുക്ക് കണ്ടാൽ അത് ഈ സിമിലാരിറ്റി തോന്നുന്ന വെച്ചാൽ ഇപ്പം ഹൈറ്റ്, താടി, ഇതൊക്കെ അങ്ങനെ ഉണ്ടാവില്ല. ചില സിമിലാരിറ്റി തോന്നുന്നല്ലാണ്ട് 2 ഉണ്ട് കേട്ടോ, ഒരുപോലെ ഉണ്ട്. എനിക്കിങ്ങനെ നേരിട്ട് കണ്ടപ്പോഴേ ചിരിയായാലും ആ കണ്ണിന്റെ അടുത്തൊക്കെ ആയാലും നിങ്ങൾ രണ്ടാളും ഒരു സിനിമയിൽ വന്നാൽ നൈസായിരിക്കും, അടിപൊളിയായിരിക്കും. അതെ,
ഇല്ല അങ്ങനെയൊന്നുമില്ല. എൻ്റെ അടുത്ത് അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ചില സമയത്ത് നമ്മൾ ചില ഫോട്ടോ ഇങ്ങനെ ഷെയ്ഡൊക്കെ ആക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതെന്നല്ലാതെ ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെയല്ല. നേരിട്ട് എൻ്റെ ഫേസ് ഫീച്ചേഴ്സ് ഒക്കെ വ്യത്യാസമല്ലേ. താടി എന്നും ഇങ്ങനെ വെക്കണം എന്ന് തന്നെ ആണോ? അല്ല, ഇതിപ്പം ഈ പറഞ്ഞ പോലെ നരയുണ്ട്. അപ്പൊ താടി എടുത്തു കഴിഞ്ഞാൽ നരയൊക്കെ പുറത്ത് വരും. അപ്പൊ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. താടി വെക്കുന്ന ആൾക്കാരുടെയൊക്കെ പരിപാടി അതാ. ഉള്ളിൽ താടീൻ്റെ ഉള്ളിലൊക്കെ നരയുണ്ടാവും. അത് പുറത്ത് വരാതിരിക്കാൻ താടി വെച്ച് ഇങ്ങനെ കുറേ ക്ലീൻ ഷേവ് ചെയ്യും. ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ലുക്കൊക്കെ വരുമോ? ക്ലീൻ ചെയ്യും. ഞാൻ വർക്കൗട്ടൊക്കെ തുടങ്ങി ഒരു ഫെബ്രുവരി ഒക്കെ നമുക്ക് ഡ്രീം ഒക്കെ ചെയ്ത് വേറെ ലുക്കിൽ നടക്കും. വർത്താനം ധ്യാൻ ശ്രീനിവാസന്റെ വർത്താനം പോലെ തലശ്ശേരിക്കാറില്ല, നമ്മള് കണ്ണൂർക്കാറില്ല. അതെ, അത് തന്നെ വർത്താനം. ധ്യാന്റെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സംസാരമാണ്. താറ് ആണ് ഉള്ളത്, ഒരുപാട് വണ്ടികളുണ്ട്. ഏതാ ഏറ്റവും ഇഷ്ടം? താറ് എടുക്കുന്നവര് എന്താ ഭയങ്കര ഭ്രാന്തന്മാരാണെന്നോ ഏതോ ഒരു പോലീസ് പറഞ്ഞിട്ട് അങ്ങനെ താറ് ഓടിക്കുന്നവരൊക്കെ ഭ്രാന്തന്മാരാണെന്നോ? പോലീസുകാർ എടുത്തിട്ടുണ്ടല്ലോ താറ്. അപ്പൊ ഒരു ഭ്രാന്തന്മാരാണോ? ഇല്ല, ഞാൻ താറെന്ന് വെച്ചാല് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എന്ന് വെച്ചാൽ എന്റെ യാത്രക്ക് ഞാൻ സിംഗിൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഈ വണ്ടിയും കൊണ്ട് ഞാൻ എവിടെ പോയാലും ഞാൻ ഇതുവരെ റിവേഴ്സ് പോകേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിലും കൊണ്ടുപോകാൻ പറ്റും. അത് 4x4 ഓട്ടോമാറ്റിക്. അതിന്റെ നമ്പർ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. 0007. അത് ലേലത്തിൽ പിടിച്ച നമ്പറാണ്. ഇതൊക്കെ വാശിയാണ്, ഓരോരുത്തരോടുള്ള വാശിയാണ് നമ്പർ. ആ നമ്പറിന് വേണ്ടിയിട്ടാണ് ആ വണ്ടി. സത്യത്തിൽ ആ വണ്ടി ഒരു 6-7 മാസം കയറ്റിയിട്ട് നമ്പർ ബുക്ക് ചെയ്തു, നമ്പർ ലേലത്തിലെടുത്തു. അങ്ങനെ ആ നമ്പർ വെച്ചു. ബ്ലാക്ക് വണ്ടി. പിന്നെ സിംഗിൾ ഡ്രൈവ് എന്ന് വെച്ചാൽ ഫാമിലി ഡ്രൈവിനുള്ള വണ്ടിയല്ല അത്. അതിന് വേറെ വണ്ടിയുണ്ട്. ഇതാകുമ്പം ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ്. നല്ല സുഖം, എനിക്ക് ചേരുന്ന വണ്ടിയാണ്. താറിൽ വന്ന് ഇറങ്ങുമ്പോഴുള്ള എനിക്ക് വെച്ചാൽ എൻ്റെ ഹൈറ്റിന് കറക്റ്റായ വണ്ടി, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള വണ്ടി. ഞാൻ എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ മിക്കവാറും കേരളത്തിലും കേരളത്തിന് പുറത്തും ഞാൻ ഈ വണ്ടി കൊണ്ട് തന്നെ പോകാറ്. ഓഫ് റോഡൊക്കെ പോകാറുണ്ട്. ഓഫ് റോഡൊക്കെ പോകാറുണ്ട്. എല്ലാ സ്ഥലത്തും പോകാമല്ലോ ഇത്. എനിക്ക് നമുക്കുള്ള ചില സ്ഥലത്ത് പോകുമ്പോൾ വണ്ടി ടയർ കറങ്ങുക, ഈ പ്രശ്നമൊന്നുമില്ല. ഇതും കൊണ്ട് എവിടെ പോയാലും ചെറിയ റൂട്ടിലോട്ടും പോവാം, വലിയ റൂട്ടിലോട്ടും പോവാം. ഏറ്റവും ചെറിയ സ്പേസിൽ പാർക്ക് ചെയ്യാൻ പറ്റും. വണ്ടി വലിപ്പമുണ്ട്, പക്ഷെ നമുക്ക് എത്ര സ്പേസ് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. താർ ഓടിക്കാൻ സുഖമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. ഓരോ ദിവസവും ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുക വണ്ടിനടുത്ത്. എനിക്ക് ഇപ്പോഴും പറയാലോ, ഞാൻ ഫാസ്റ്റായിട്ട് ഓടിക്കാനും ചെറുതായിട്ട് ഓടിക്കാനൊക്കെ ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി. താർ അല്ലാതെ ഏത് വണ്ടിയാണ് ഇഷ്ടം? എനിക്ക് പഴയ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. പഴയ വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അംബാസിഡർ ഭയങ്കര ഇഷ്ടമാണ്. അംബാസിഡർ വാങ്ങിക്കണം എന്നുണ്ട്. പഴയ വണ്ടി കിട്ടുന്ന ജീപ്പ് ഭയങ്കര ഇഷ്ടം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ജീപ്പ്, പഴയ ജീപ്പില്ല. പണ്ടത്തെ ആ ജീപ്പില്ല, പണ്ട് കല്യാണത്തിനൊക്കെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തതാ വണ്ടി. പിന്നെ വീട്ടിൽ വണ്ടി വെച്ചാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വണ്ടി നാനോ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. നാനോ കാറാ എൻ്റെ അടുത്തുണ്ട് ഒന്ന്. നാനോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി നാനോ. കാരണം എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ട്. ഞാൻ ഇപ്പം കഴിഞ്ഞ തവണ ശബരിമലക്ക് എൻ്റെ നാനോ അല്ല. ഇപ്പൊ നാനോ കാണാനില്ല. എൻ്റെ അടുത്തുണ്ട് വണ്ടി. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു 10 നാനോ വേറെ വേറെ കളറില്. നമ്മളെ ജീരകം കൊട്ടയല്ലേ അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ താറിലിരിക്കുമ്പോഴുള്ള സീറ്റിന്റെ ഒരു നമ്മുടെ ഇതില്ലേ സ്പേസ് ഇല്ലേ, നാനോയിലിരുന്നാൽ കിട്ടും. എന്ത് സുഖം എന്നറിയാം ഡ്രൈവ് ചെയ്ത് പോകാൻ. എൻ്റെ ഓട്ടോമാറ്റിക് നാനോ ഉണ്ട് എൻ്റെ അടുത്ത്, ഇപ്പോഴും ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വൈറ്റ്. നല്ല സുഖാ. അച്ഛനമ്മേനെ കൊണ്ട് പോകാൻ ഏറ്റവും ബെസ്റ്റ് വണ്ടി. അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും പോലെ ഇറങ്ങാം. സ്പേസ് ചെറുതല്ലേ, നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. ആവണി സിനിമ അതിപ്പോ റിലീസായി കഴിഞ്ഞു. അതില് ബിഗ് ബോസിലെ ആര്യനൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു രണ്ടാളും? രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാല് 10-40 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഒരു സീൻ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. കാരണം അതിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്, അവന് ഞാനുള്ളത്. അവനെന്നെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നു, പിടിച്ചിങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ വലുപ്പത്തിന് അവൻ ചെറുതാ ശരിക്കും. പിടിച്ചിങ്ങനെ വലിച്ചിങ്ങനെ ഇടുമ്പോൾ മൊത്തം കുലുങ്ങാവും. പിടിച്ചിങ്ങനെ വെച്ചിട്ട് ഡയലോഗും പറഞ്ഞ് അടുത്ത് വെച്ച് കൊല്ലടാ എന്ന് പറഞ്ഞിട്ട് കൊല്ലടാന്ന് ഞാൻ പറയുമ്പോൾ ആ എയർ കൊണ്ട് അവൻ ഇങ്ങനെ പേടിച്ചു ഓരോ തവണ. അതൊരു 4-5 റീടേക്ക് ഉണ്ടായിരുന്നു. അത് ഒറ്റ ഡയലോഗ്, ഒറ്റ ഷോട്ടാ അത്. പക്ഷെ അത് 4-5 റീടേക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ അടുത്ത് തിരിഞ്ഞ എൻ്റെ ഒരു കൊല്ലടാന്ന് പറയില്ലേ, ആ ശബ്ദം കൊണ്ട് അവൻ ഒരു പേടിച്ചു പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കോമഡി ആയിരുന്നു ആ സമയമൊക്കെ. ഭയങ്കര രസമായിരുന്നു. ആര്യൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണെന്ന് തോന്നുന്നല്ലേ? എനിക്ക് തോന്നുന്നത്, എനിക്ക് സത്യത്തിൽ അറിയില്ല. ആണല്ലേ, നമ്മള് ആ ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷമാണല്ലോ അത് ഇറങ്ങിയത്. അതെ, ശരി. ആ ബിഗ് ബോസിലുള്ള ആ കളിയൊക്കെ തന്നെയാണോ? അതുപോലെ തന്നെയാണ്. പിന്നെ ഉള്ളത് മ്യൂട്ടാണ്. മ്യൂട്ട് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞു, ഡിപ്രഷന്റെ അവസ്ഥയൊക്കെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് മ്യൂട്ടിനെ? മ്യൂട്ട് ഇപ്പം ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഒരു തവണ കണ്ടു, കാരണം 4 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റ് കൊണ്ട് സമയത്തിന് ഇന്ന് ആർക്കും
എന്താ സമയം ആർക്കില്ലല്ലോ. അപ്പം 4 ഇത്രയും മിനിറ്റ് ചെറിയ ദൈർഘ്യത്തിൽ ചെയ്ത ഷോർട്ട് ഫിലിം ഫസ്റ്റ്? അതെന്ന് വെച്ചാല് ആൾക്കാർ ഒന്നത് സമയം വളരെ കുറവാണ്, ആൾക്കാർക്ക് 1 മണിക്കൂറൊന്നും മാറ്റിവെക്കാൻ ഇല്ല ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കോൺസെപ്റ്റ് ആ 4 മിനിറ്റിൽ ആൾക്കാരിൽ എത്തുന്നുണ്ട്. കുറേ ആൾക്കാർ 2 തവണ കണ്ടപ്പോൾ എൻ്റെ പറഞ്ഞു, 2ാമത്തെ തവണ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് സംഭവം മനസ്സിലായി. 2-3 വട്ടം കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെ മനസ്സിലായില്ല. കാരണം ചിലർക്കത് റിലേറ്റ് ചെയ്യും. ഞാൻ സ്പൂൺ ഫീഡിങ് ടൈപ്പിലല്ല ചെയ്തത്. ആൾക്കാർക്കത് മനസ്സിലാക്കി എടുക്കാനുള്ളത് അവരുടെ മൈൻഡാണ്, എങ്ങനെ വേണമെങ്കിലും അത്. ചില ആൾക്കാർ അതിലൂടെ കടന്നു പോകാത്തതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതെ. ചില ഗോസ്റ്റിന്റെ ഒരു ഫീൽ എടുത്തത്, ചിലർക്ക് ഡിപ്രഷൻ എടുക്കുന്നവർക്ക് ഡിപ്രഷൻ. 2 ചായ ഗ്ലാസ്സിൽ ഒന്നില് മാത്രമേ ചായയുള്ളൂ, അതെ, ഒന്നിലില്ല. ഇല്ല. അതിലൂടെ മനസ്സിലാക്കിക്കൊള്ളണം കാര്യങ്ങൾ എന്താന്നുള്ളത്. അപ്പൊ അതിലൂടെ ഒരാളില്ല. ഇമാജിനേഷനാണ് മൊത്തം, നമ്മളെ തോന്നലുകളാണ് അതിൻ്റെ അകത്ത്. തോന്നലിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ വീടിൻ്റെ അകത്താന്ന് ആലോചിക്കേ. ഇത്ര നേരം നമ്മൾ ഇന്റർവ്യൂ ചെയ്തു, ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുള്ളിൽ ഇങ്ങനെ വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആലോചിക്കുക. അതുപോലെ ഡിപ്രഷൻ വെറുതെ ഇരിക്കുമ്പോൾ വരുന്നതൊക്കെ പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഇരിക്കാൻ സാഹചര്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാ ദിവസവും ചായ കുടിക്കാൻ വേണ്ടി ഒരാള് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാ. ഒരു ദിവസം അയാൾ ചായ കുടിക്കാൻ കൂട്ടിക്കൊണ്ടുവരുന്നില്ല, അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് പോയെന്ന് കൂട്ടിക്കോ, അയാൾ ഭയങ്കര പീക്ക് ലെവലിലേക്ക് പോകുമല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ആവാതിരിക്കുക മാക്സിമം. ഇപ്പോഴേ അതിന് നമ്മൾ മനസ്സിനൊരു ലിമിറ്റ് കൊടുക്കുക. എല്ലാത്തിനും ലിമിറ്റ് വെക്കുന്നതല്ല, അതെല്ലാത്തിനും. കാരണം നമുക്ക് അവരില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നൊരവസ്ഥ വരുന്നുണ്ട്. നമ്മളെല്ലാത്തിനെയും നമുക്ക് തരണം ചെയ്യാനുള്ള ശേഷി നമ്മുടെ മനസ്സിന് കൊടുക്കണം. അതൊരു വീഡിയോ പറഞ്ഞിട്ടില്ല, എന്തോ ഓവർ തിങ്ക് 3 O പിന്നെ കട്ട് ചെയ്ത മനുഷ്യന് രക്ഷപ്പെടാന്ന്. ഓവർ കെയർ, ഓവർ തിങ്ക്, ഓവർ ട്രസ്റ്റ്, ഓവർ ലവ്. അതെ, അത് ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. ഒന്നും ഓവറാക്കരുത്. അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഓവറാക്കണ്ട. നമ്മൾ സ്നേഹിക്കണം, സ്നേഹിക്കേണ്ട ആൾക്കാർ നമ്മൾ സ്നേഹിക്കണം. ഓവറാകണ്ട. കെയർ ചെയ്യണം, അത് ഓവറാക്കണ്ട. ലവ് ചെയ്യണം. അപ്പോൾ അതിന് ഓവർ തിങ്കിങ് ഭയങ്കര പ്രശ്നമാണ്. നമ്മളുടെ സിറ്റുവേഷൻ ഞാനിപ്പം ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ സൈലൻ്റ് ആണ്. ഈ സമയത്ത് എനിക്ക് 1000 മെസ്സേജ് ആരെങ്കിലും അയച്ചു നോട്ടിക്കോ, ഞാൻ റിപ്ലൈ കൊടുത്തില്ല, അവർ അടുത്ത മെസ്സേജ് അയക്കുക, താങ്കൾ വലിയ ജാടയാണ്, താങ്കൾ ഒരിക്കലും ഫോൺ എടുക്കില്ല, താങ്കളെ വിളിച്ചാൽ ഒരിക്കലും കിട്ടില്ല. എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് എല്ലാവരോടും സ്റ്റാറ്റസ് ഇട്ട് പോകാൻ പറ്റുമോ? അപ്പം നമ്മൾ എന്താണ് സിറ്റുവേഷൻ എന്നറിയാതെ ഓവർ തിങ്ക് ചെയ്തിട്ടൊരു കാൽക്കുലേഷനിൽ എത്തിയിട്ട് ആ കാൽക്കുലേഷൻ വെച്ചിട്ട് ഫയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഓവർ തിങ്ക് ചെയ്യും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയായി കാര്യം നടക്കാന്നുള്ള തിങ്കിങ് ആദ്യം ഒഴിവാക്കുക. നമ്മൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് സംഭവിക്കാം. നമ്മൾ തിങ്കിങ് ഒഴിവാക്കുക. എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ കാര്യം തന്നെ നമുക്ക് നോക്കാൻ സമയമുണ്ടോ? അപ്പം പിന്നെ വേറെ ആളുടെ കാര്യത്തിൽ ഇത്രയും നമ്മൾ ഇതാക്കുന്നത്. എന്നിട്ട് എന്തിനാ സ്ട്രെസ്സും എടുത്ത് വെച്ച് അവൻ രാത്രി ഉറങ്ങുന്നുണ്ടോ, അവൾ രാത്രി ഉറങ്ങുന്നുണ്ടോ, ഞാൻ ഉറങ്ങിയതിന് ശേഷം അവൾ ഉണർന്നിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്തിനും ചിന്തിക്കേണ്ട ആവശ്യം. കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലാണ്. ഓവർ തിങ്ക് ഉള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. നമ്മള് ഭയങ്കരമായിട്ട് ഒരാളുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പോകും, പക്ഷെ അതായിരിക്കില്ല ചിലപ്പം. അപ്പൊ അവര് പറയാം അങ്ങനെ തന്നെയാ കാര്യം, അത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, അതുപോലെ തന്നെ അങ്ങ് വിചാരിച്ചു. അപ്പൊ നമുക്ക് കൂടുതലൊരു ടെൻഷനാവും. ഒരാള് പറ്റിക്കണമെങ്കിൽ അതിന് അരമണിക്കൂറിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരാളെ, എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ പറ്റിക്കാൻ പറ്റും, ഉറപ്പല്ലേ? ഈ പറ്റിക്കുന്നത് നോക്കി ജീവിക്കണോ? പറ്റിക്കുന്ന ആളെ പറ്റിക്കും. നമ്മുടെ അടുത്ത് എങ്ങനെ, നമ്മുടെ അടുത്ത് എത്ര ദിവസം നിൽക്കും? ഇപ്പം മനുഷ്യന്റെ വാക്കിന്റെ വിലയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണെന്ന് ഞാൻ പറയും. ആ വാക്കിന് ഒരു വാല്യൂ ഇല്ല. പണ്ട് പറയും നീ എൻ്റെ ഹൃദയമാണ്, എൻ്റെ തേനാണ്, പാലാണെന്ന് പറഞ്ഞ അതേ ആള് പറയും എന്നെ വിളിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, എനിക്ക് നിന്നെ വെറുപ്പാണ്. പെട്ടെന്ന് മനുഷ്യന്മാര് മാറുന്നത്. ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകാൻ എന്താ ശരിക്കും വേണ്ടത്? ട്രസ്റ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം ട്രസ്റ്റിനെയാണല്ലോ പിന്നെയും ഇവർ കുത്തി നോക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് ആ ഇഷ്യൂ ആണല്ലോ വരുന്നത്. റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പരസ്പരം ഈ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ഓവർ തിങ്കിങ് ഉണ്ടല്ലോ. ഒരുപാട് സ്നേഹിച്ചാലേ ഓവർ തിങ്ക് വരിക. ചില ആൾക്കാർ ഇപ്പം എൻ്റെ കോൺസെപ്റ്റ് ആയിരിക്കില്ല, ഒരു ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ചിലപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണ്ടേ. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഏതോ ആൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പം ഞാൻ ഒരാളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാണ്. നാളെ ഞാനും അവരും തെറ്റിക്കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്ത് അത്രയും മാസങ്ങൾ വർഷങ്ങൾ ജീവിച്ച രീതിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് ജീവിക്കുക.
അവരായിരിക്കും ഏറ്റവും മോശക്കാരായിട്ട് മാറുക. കാരണം അറിയാം, ഇത്ര ദിവസം അവർ ജീവിച്ച ആ പ്രഷർ മൊത്തം അവരെന്ന് വെച്ചാൽ പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോകും. എന്നുവെച്ചാൽ അതാണ് ചില ആൾക്കാർ പിന്നെ കൊലപാതകങ്ങളിലേക്കെല്ലാം പോകുന്നില്ലേ. ഇപ്പം സ്വാഭാവികമായ കാര്യം, അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരും കൺട്രോൾ ചെയ്യും. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, ഇൻസ്റ്റാഗ്രാമിൽ പോകരുത്, വാട്സപ്പ് പോകരുത്, ഫേസ്ബുക്ക് തുറക്കരുത്, ആണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു. ടോക്സിക് റിലേഷൻഷിപ്പാണ്, അറിയാലോ. ഈ പെണ്ണ് ചിലപ്പോൾ ഇതൊക്കെ വേണ്ടെന്ന് നോക്കും. പക്ഷെ നാളെ ഒരു കാരണം ഉണ്ടാക്കും. പിന്നെ അവൾ ചെയ്യുന്നത് സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും യൂട്യൂബും നോക്കുന്ന ഒരാളെ പോലെ ആയിരിക്കില്ല. എല്ലാവർക്കും മെസ്സേജ് അയച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ മാക്സിമം ചെയ്യും. കാരണം പക, ദേഷ്യം ഇതൊക്കെ വരും. അപ്പം എന്തിനാണ് ചെയ്യേണ്ട ആൾ എപ്പോഴായാലും ചെയ്യും. അതിന് സാഹചര്യം അവർ ചെയ്യും, ഉറപ്പാണ്. ആരെയും നമ്പണ്ട, ഇന്ന കാലം അങ്ങനെയാ. നമ്പി ജീവിക്കണ്ട, നമ്മളെ കാര്യം നോക്കുക. ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം അതാണ്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഞാൻ ആരുടെയും കൂടുതൽ എൻ്റെ അടുത്ത് ഇപ്പം സംസാരിക്കുന്ന സമയത്ത് ഇപ്പം അങ്ങനെയാണോ അതുപോലെ ഞാൻ സംസാരിക്കും. അത് കഴിഞ്ഞാൽ അത് വിട്ടു. ഇവിടുന്ന് ഇറങ്ങിയാൽ ഞാൻ വിട്ടു. വണ്ടിക്കറി അടുത്തൊരു പാട്ടും വെച്ച് ഗസലും വെച്ച് ഞാൻ അങ്ങ് പോയി, കഴിഞ്ഞു. അത്രേ വേണ്ടൂ. നാളത്തെ കുറിച്ചിട്ട് നമുക്ക് ലിമിറ്റേഷൻസ് ജീവിക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻസിൽ ജീവിക്കരുത്. നമ്മുടെ ഫ്രീഡത്തിൽ ജീവിക്കണം. ചിറകുകൾ മുറിച്ചിട്ട് സ്വർണ്ണക്കൂട്ടിലിട്ടിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നിൽക്കുവോ? നമുക്ക് ചിറക് പോരെ, സ്വർണ്ണക്കൂട് വേണോ? സ്വർണ്ണക്കൂട് നമുക്ക് നാളെ ഉണ്ടാക്കാം. ചിറകുണ്ടെങ്കിൽ നമുക്ക് പറക്കാം, എവിടെ വേണേലും പോവാം. നമ്മുടെ ഫ്രീഡം വേണ്ടേ? നമുക്കൊരു ആയുസല്ലേ ഉള്ളൂ, അത് ചിന്തിച്ചാൽ മതി. വീട്ടിൽ ഒരുപാട് പൂച്ചകളൊക്കെ ഉണ്ടല്ലേ? എല്ലാവരുടെയും പേരൊക്കെ എന്താ? പേരൊന്നുമില്ല. ഇന്ന് കണ്ടവൻ്റെ, ഞാൻ ഒരാളെ രമണ എന്ന് വിളിച്ചാൽ അവനെ മറ്റൊന്നെ കാണുമ്പോൾ രമണനാണോ എന്ന് തോന്നിപ്പോ. എല്ലാം ഒരുപോലെ ഉണ്ട്. എത്രയുണ്ട് പൂച്ച? 8 ഉണ്ടായിരുന്നു, ഇപ്പൊ 4. 2-3 ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് വളർത്താൻ വേണ്ടിട്ട്. ഒരു വീഡിയോയിൽ അച്ഛനും അമ്മയും പൂച്ചകളും എല്ലാരും. എന്റെ താറിന്റെ പുറത്താ പൂച്ചകളുടെ താമസം. അത് ഫുള്ള് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട്. ഒരു നടനാവാനാണോ അത് നിലനിൽക്കാനാണോ ഏറ്റവും കൂടുതൽ പാടുള്ളത്? നിലനിർത്താൻ വെച്ചാൽ ആദ്യം സിനിമയിൽ എങ്ങനെയും കയറി പറ്റണം എന്നായിരുന്നു. സിനിമയിൽ കയറിയപ്പോൾ നോക്കുമ്പോൾ സ്ട്രഗിൾ പിന്നെയും തുടങ്ങി. നിലനിർത്തുക, അത് എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഏറ്റവും പണി. സിനിമകൾ ഇല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും, എന്താ അടുത്ത സിനിമയില്ലേ, പിന്നെ തീർന്നോ, വെടി തീർന്നോ, അതൊക്കെ ചോദിക്കും. പിന്നെന്ന് വെച്ചാൽ ഈ നമ്മളെ മാർക്കറ്റ് വാല്യൂ എന്നൊരു സംഭവമുണ്ട്, ഫേസ് വാല്യൂ. അതില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇൻസൾട്ട് ചെയ്ത് ഹീറോ ആയിട്ട് ഏത് പടം ചെയ്താലും പോസ്റ്ററിൽ ഫോട്ടോ ഉണ്ടാവില്ല. നമ്മളെടുത്ത് മാറ്റും, ചെറുതാക്കി വെക്കൽ, വലുതാക്കി. ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്. അതിൽ വിഷമമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വന്തം പ്രൊഡക്ഷനിൽ സിനിമ ചെയ്യണം. സ്വന്തം പ്രൊഡക്ഷനിൽ സിനിമ ചെയ്യുമ്പം എൻ്റെ ഇഷ്ടത്തിനുള്ള പോസ്റ്ററുകൾ വെക്കാൻ ജനങ്ങൾ അംഗീകരിച്ചാൽ പോരെ. ചിലപ്പോൾ ഒരു യൂട്യൂബിലൊരു ചാനലൊക്കെ ഉണ്ട്, അതിലിട്ടാൽ മതി, ജനങ്ങൾ കണ്ടാൽ പോരെ. പ്ലാറ്റ്ഫോം അതുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കും. ഭയങ്കര വിഷമമാണ് നമ്മുടെ ഫോട്ടോ ചെറുതാക്കി വെക്കുമ്പോഴും പിന്നെ ഇല്ലാണ്ട് വെക്കുമ്പോഴും നമ്മളെ വേലയില്ലാതെ മാറ്റി നിർത്തുമ്പോഴൊക്കെ സങ്കടമാണ്. അതൊക്കെ ഉള്ളിലിട്ട് ഇങ്ങനെ പോകും. നാളെ ഇതൊക്കെ മാറുമായിരിക്കും. പാടാത്ത പൈങ്കിളിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറിയായിരുന്നു അല്ലേ? അതെന്തുകൊണ്ടായിരുന്നു മാറിയത്? ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു ചെറിയൊരിപ്പം, ബാക്ക് പെയിൻ വന്ന്, പിന്നെ നിൽക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, നടക്കാൻ പ്രയാസമായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ നിൽക്കണ്ടേ അത്രയും സമയം. അപ്പം അത്രയും സമയം ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ലീവ് എടുത്തപ്പോൾ ഒരു 3 മാസമായി. അപ്പം സീരിയൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെല്ലാ കാര്യം നോക്കിക്കോളാന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റും നോക്കാമെന്ന് പറഞ്ഞു, പ്രൊഡ്യൂസറും നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരാൾ ജോയിൻ ചെയ്തപ്പോൾ പിന്നെയും ജോയിൻ ചെയ്യേണ്ട, അയാളുടെ ലൈഫ് പോകണ്ടെന്ന് വെച്ചാൽ പിന്നെ മാറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണാറില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം റേറ്റിംഗ് ഒക്കെ താണു. പിന്നെ കുറേ ആൾ സീരിയൽ കാണാറില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും പറയാറുണ്ട് പലരും. സീരിയലിൽ ഇനി അഭിനയിക്കുമോ? അഭിനയിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇപ്പം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വർക്കുകൾ ഉണ്ട്. അപ്പം അത് തീർക്കുമ്പം സീരിയൽ ചെയ്യുമ്പോഴാണെങ്കിലും അതിൽ തന്നെ കണ്ടിന്യൂസ് ചെയ്യേണ്ടി വരും 2-3 വർഷം. അപ്പം പിന്നെ ഉള്ളിൽ സിനിമ വെറൈറ്റി ക്യാരക്ടർ ചെയ്യാലോ. എനിക്കത് അല്ലാണ്ട് സീരിയൽ ചെയ്യില്ല എന്നൊരിക്കലും പറയില്ല. സീരിയൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്രൊജക്റ്റ് ഒക്കെ വരാനുള്ളത്? ഇനി ഫെബ്രുവരിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പരിപാടികളൊക്കെ, വർക്കൗട്ടും പരിപാടികളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ സെറ്റ് ആവണം. ഇതുവരെ എന്നെ കണ്ട ഒരു രൂപമുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ കഥാപാത്രത്തിന് ആ മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്ന് തോന്നി, ലുക്ക് ഒന്നുകൂടെ മാറ്റണം എന്ന് തോന്നി. പിന്നെ പ്രായം കൂടി വരുമ്പോൾ നമ്മൾ യങ്ങായി വരണമല്ലോ. അതെ, അതിലാണ് കാര്യം അല്ലേ. നമ്മളല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ സൈഡായി കളിയും. എപ്പോഴും മമ്മൂട്ടിയായിരിക്കണം നമ്മൾ. അങ്ങനെ ഇരിക്കണം. ഉള്ളതിനെ ബ്യൂട്ടി ആക്കിയാൽ മതിയല്ലോ. നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. കൃത്യമായ രീതിയിലുള്ള അച്ചടക്കമായിട്ടുള്ള ഭക്ഷണ രീതിയും കൃത്യമായ ഉറക്കം, കൃത്യമായ എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കാണാതൊരു ബ്യൂട്ടി നമ്മുടെ മുഖത്തുണ്ടാവും. ഐശ്വര്യം എന്ന് അറിയില്ല, ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാവും. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളോട്
കൂടുതൽ സമയം സംസാരിക്കാൻ തോന്നും. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നെഗറ്റീവ് അടിക്കൂലേ, ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ സമയം സംസാരിക്കാൻ തോന്നും. അതെ, അത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരും ഇറിറ്റേറ്റ് ചെയ്യാതൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഓറ നമ്മുടെ ഫേസിൽ വരും. നമ്മൾ ഇങ്ങനെ എപ്പോഴും ആ ചിന്താഗതിയില്ലേ, അതിൽ നിന്നൊക്കെ മാറിയാൽ തന്നെ ഒരുപാട് നമുക്ക് മാറ്റം വരും. അതെ, അത് ലാലേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്തിനാ വെറുതെ വഴക്കിടും, നമ്മുടെ പോസിറ്റീവ് എനർജി ചോർന്നു പോകുന്നു. അത് സത്യമാണ്. എന്തിനാണ് ഹിന്ദി സിനിമയിലൊക്കെ അവസരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കൺട്രോളർമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് ഹിന്ദി വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ തെലുങ്ക് പടം ഒന്ന് വന്ന് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു കണക്റ്റഡ് ആയിട്ട് അതെന്ന് വെച്ചാൽ സണ്ണി ലിയോൻ്റെ ആ സിനിമ പടത്തിൽ അത് വന്നതുകൊണ്ട് അത് ഫുള്ള് ആൾക്കാരിലേക്കും പോയി. അപ്പം അവർ ചെയ്ത ഒരു വലിയ നടനായിരിക്കാം, ചിലപ്പം വരുന്ന നടനായിരിക്കാം എന്നൊക്കെ വിചാരിക്കാം. ചിലപ്പം എനിക്ക് ആഡ് വന്നു ഒരു കോഫിയുടെ, മറ്റേ നെസ്കഫയുടെ പോലെ, നെസ്കഫ എന്നുണ്ട്, അതിൻ്റെ ആഡ് വന്നു. അതൊക്കെ വന്നത് അതുവഴി. പക്ഷെ ഞാൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ പടം റിലീസിൻ്റെ ടൈമായിരുന്നു, മുംബൈയിൽ നിന്നായിരുന്നു വന്നത്, ഇതിന് ശേഷമാണ് വന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വരട്ടെ, ഈ ലുക്കൊക്കെ മാറി നമുക്ക് പുതിയ പുതിയ വേഷങ്ങൾ കാണാൻ പറ്റട്ടെ. അപ്പോൾ ഒരുപാട് നന്ദി ഇത്രയും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.